ഇപ്പോൾ സുരേന്ദ്രൻ്റെ സമയത്തും നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്തൊരു നായർ ലോബി ശക്തമായിട്ട് സുരേന്ദ്രനെ എതിർക്കുന്നവരുണ്ട്. അവർ വേണ്ടാത്ത വാർത്തകളും എല്ലാം സുരേന്ദ്രനെതിരെ വെച്ചടിച്ചിരുന്നു. തിരിച്ച് രാജീവ് വന്നു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ സ്ഥിതി ഉണ്ടായി. പിന്നെ രാജീവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാജീവ് ചന്ദ്രശേഖർ ബേസിക്കലി ഒരു ടെക്നോക്രാറ്റാണ്. അയാള് ഈ BPLുമായിട്ട് അയാളുടെ ബിസിനസ്സുമായിട്ട് ബാംഗ്ലൂർ കൂടിയിരുന്നു. അതിനകത്ത് ഈ ലാൻഡ് ഇതുണ്ടായത് ഒരു BJP നേതാവിൻ്റെ ഒരുപെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഇതിനകത്തെ അവരുടെ രാഷ്ട്രീയവും ഇടപെടലും ഇത് സ്വാഭാവികമായിട്ടും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവമാണ്. അത് ബേസിക്കലി സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത് ചുമ്മാതാ, കള്ളവാ. അത് ഞാനതിനെപ്പറ്റി അന്വേഷിച്ചു. അതായത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവർ ഈ ലാൻഡ് കൊടുത്തു അവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് ലാൻഡ് കൊടുക്കുന്നത്. 1 ഏക്കറിന് 1 ലക്ഷം രൂപ വെച്ച് ഏകദേശം 170 ഏക്കർ ആദ്യം കൊടുക്കുന്നു. 2000 ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറിലോ വരുന്ന സമയത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ചർച്ച് സ്ട്രീറ്റിലാണ്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് ഏകദേശം 16 വർഷം ഈ സംഭവം ഒന്നും തുടങ്ങിയില്ല. എന്നിട്ട് ഇത് മറ്റുള്ള കമ്പനികൾക്ക് മറച്ചു വിട്ടു. അതായത് പ്രൈമറി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കോടതിയിൽ പോയാൽ അതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇതിനകത്ത് പ്രൈമറി ആയിട്ട് ഈ സാധനം ലാൻഡ് വാങ്ങിയതും ഇത്ര വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ പേരിലാണ് വിൽക്കുന്നത്. ഇത് പക്ക റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടത്തിയിരിക്കുന്നത്, അല്ലെ വേറൊന്നുമല്ല. ബിസിനസ്സുകാരത് യൂഷ്വലി ചെയ്യുന്ന പരിപാടിയാണ്. അവർ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ പലയിടത്തും ലാൻഡ് മേടിക്കുന്നു, ബിസിനസ് അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അവിടെയൊക്കെ സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ലാൻഡ് മേടിക്കുന്നത്. അല്ലാതൊന്നും കൊടുക്കത്തൊന്നുമില്ല.